ഒരു ക്ലീശേ മലയാള പ്രേതപടം. ഒരു സുന്ദരിയായ പെൺകുട്ടി, ഒരു ചെറുക്കൻ. അവർ തമ്മിൽ പ്രേമിക്കുന്നു. അത് ചെറുക്കൻ്റെ വീട്ടിലറിയുന്നു. അവർ പെണ്ണിനെ കൊന്നുകളയുന്നു. ആ പെണ്ണ് പ്രേതമായി വന്ന് തലങ്ങും വിലങ്ങും വീട്ടുകാരെ പേടിപ്പിക്കുന്നു. കുറച്ചു പേരെ കൊല്ലുന്നു. ഒരു മന്ത്രവാദി വരുന്നു. മന്ത്രം ചൊല്ലി പ്രേതത്തെ അങ്ങ് തളയ്ക്കുന്നു. ശുഭം. ഒരു ഹോളിവുഡ് പ്രേതപ്പടം. പൂട്ടിക്കിടക്കുന്ന ഏതോ ഒരു പാഴ്വീട്. അവിടേക്ക് താമസത്തിനായി വരുന്നു നമ്മുടെ നായകനും കുടുംബവും. വേറെ ഒരു പണിയുമില്ല. എന്നിട്ട് അവരാ വീടെല്ലാം അടുക്കി പെറുക്കി അവിടെ സാവകാശം ജീവിച്ചു തുടങ്ങും. അന്നേരം നോക്കി ആ വീട്ടിൽ പണ്ടെങ്ങാണ്ട് ചത്തൊരു പ്രേതം വരുന്നു. ആ പ്രേതത്തിന് വേറെ പണിയൊന്നുമില്ലല്ലോ. അതിങ്ങനെ വന്ന് വീട്ടുകാരെ മൊത്തം ശല്യപ്പെടുത്തും. അവസാനം ഈ വീട്ടുകാർ ഏതെങ്കിലും ഒരു അച്ഛനെ എക്സോട്ടിസം എന്ന് പറഞ്ഞ് കൊണ്ടുവരും. അങ്ങേര് വന്ന് തളയ്ക്കും. തളച്ച് കഴിയുമ്പോൾ വീട്ടുകാരവിടുന്ന് പൂട്ടിക്കെട്ടി പോകും. ടാറ്റാ, ബൈ ബൈ. പണ്ട് വീട്ടുമുറ്റത്തൂടെ പോയിക്കൊണ്ടിരുന്ന എല്ലാ വിമാനങ്ങളിലും എൻ്റെ അച്ഛനുണ്ടായിരുന്നു. ചോറുണ്ണാൻ വേണ്ടി അമ്മ പറഞ്ഞു തന്ന കഥകളാണെങ്കിലും വിമാനങ്ങളിലൊക്കെയും ഓരോ കഥകളിലും എൻ്റെ അച്ഛനായിരുന്നു ഹീറോ. യെസ്, ഹീ ഈസ് മൈ സൂപ്പർ ഹീറോ. പക്ഷേ ആ സൂപ്പർ ഹീറോയ്ക്ക് ഓൾവേസ് ഫാമിലി ഈസ് എവറിത്തിങ്. അന്നും ഈ സാധനം 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷേ ഹോസ്റ്റൽ ലൈഫിൽ എന്നെ സർവൈവ് ചെയ്യാൻ പഠിപ്പിച്ചൊരു സാധനമാണിത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൈ കിട്ടുന്ന സവോള പിന്നെ തക്കാളി എല്ലാം കൂടി എടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് ചുമ്മാ ഒന്ന് വഴറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാഗി മാഗിയും പൊട്ടിച്ചു. അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ തീർന്ന് പഠിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രി ഒരു 1:30-2 മണിയാവും. ദൈവമേ, അന്നേരം ഇതിൻ്റെ അത്രയും ടേസ്റ്റ് ലോകത്ത് ഒന്നിനും ഇല്ലയെന്ന് തോന്നും. പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നെങ്കിലും ഇതിൻ്റെ ടേസ്റ്റും ഹോസ്റ്റൽ ഓർമ്മകളും ഇപ്പോഴും മനസ്സിലുണ്ട്. അയ്യോ കുഞ്ഞെ, നീ അങ്ങ് ക്ഷീണിച്ച് പോയല്ലോടി. എന്നൊക്കെ ഉണ്ട്, പിന്നെ സുഖമല്ലേ? ഓക്കെ ട്ടോ. നമ്മുടെ വടക്കേലെ കൊച്ചേട്ടൻ്റെ മോളില്ലേ, അവൾ അത്ര ശരിയൊന്നും അല്ലെന്നേ. എന്നാ പത്രാസാ. ഓ